Do not look at me like that. Dwayne, stop it. Because this is your fault. It's cold. Are you serious? Dang it. I don't know what kind of jerk doesn't bring his own coat to work. Okay? Happy now? സാധാരണ ഒരു ബാങ്ക് റോബറി സിനിമയിലോ ഹൈസ്റ്റ് മൂവിയിലോ നമ്മൾ എന്താണ് കാണാറുള്ളത്? തോക്കുകൾ, മാസ്ക് വെച്ച കള്ളന്മാർ, വലിയ ചേസിംഗ് അല്ലേ? എന്നാൽ വളരെ മാന്യനായ, ആരെയും ഉപദ്രവിക്കാത്ത മെക്ഡൊണാൾഡ്സിന്റെ റൂഫ് തുരന്ന് മോഷണം നടത്തുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതും പോരാഞ്ഞ് ജയിൽ ചാടിയ ശേഷം ഒരു ടോയ്സ് ആർ us ഷോപ്പിനുള്ളിലെ രഹസ്യ അറയിൽ താമസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾ. ഇതൊരു കഥയല്ല, നടന്ന സംഭവമാണ്. ഈ ഒരു ക്രേസി ട്രൂ സ്റ്റോറിയെ ആസ്പദമാക്കി ഡെറക് സിയാൻ ഫ്രാൻസ് സംവിധാനം ചെയ്ത് ചാനിങ് ടേറ്റം തകർത്തഭിനയിച്ച റൂഫ്മാൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം ഇതൊരു മോഷണ സിനിമയാണോ എന്ന് ചോദിച്ചാലാണ്. എന്നാൽ ഇതൊരു സാധാരണ ഹൈസ്റ്റ് മൂവിയല്ല. ജെഫ്രി മാഞ്ചസ്റ്റർ എന്ന മുൻ ആർമി റിസർവ് ഓഫീസറുടെ കഥയാണിത്. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അയാൾ മക്ഡൊണാൾഡ്സ് ഔട്ട്ലെറ്റുകളുടെ റൂഫ് വഴി അകത്ത് കയറി മോഷണം നടത്തുന്നു. പക്ഷേ ജീവനക്കാരോട് വളരെ മാന്യമായി പെരുമാറുന്നതുകൊണ്ട് ഇദ്ദേഹം പൊലൈറ്റ് റോബർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അയാൾ പിടിക്കപ്പെടുന്നു, ജയിലിലാകുന്നു. എന്നാൽ അവിടെ നിന്നും സിനിമാറ്റിക്കായി രക്ഷപ്പെട്ട് ഒരു ടോയ്സ് ആർ us സ്റ്റോറിൽ അയാൾ അഭയം തേടുന്നു. പകൽ സമയത്ത് സൈക്കിളിൽ പള്ളിയിൽ പോവുക, അവിടെ വെച്ച് ലീ എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാവുക, രാത്രി തിരികെ കളിപ്പാട്ട കടയിലെ രഹസ്യ അറയിൽ വന്നുറങ്ങുക. ഇതാണ് സിനിമയുടെ പ്ലോട്ട്. ഇനി ഇതിന്റെ ഡീപ്പ് ഡൈവ് അനാലിസിസിലേക്ക് കടക്കാം. ആദ്യം തന്നെ പോസിറ്റീവ്സ്. ഏറ്റവും വലിയ പോസിറ്റീവ് ഈ സിനിമയുടെ ടോണാണ്. സംവിധായകൻ ഡെറക് സിയാൻ ഫ്രാൻസ് ഇതിനെ ഒരു വെറും ത്രില്ലറാക്കി മാറ്റാതെ വളരെ ഇമോഷണലായ ഒരു ക്യാരക്ടർ സ്റ്റഡിയായാണ് എടുത്തിരിക്കുന്നത്. ആ ടോയ്സ് ആർ us ജീവിതം, രാത്രിയിൽ കടയിലെ കളിപ്പാട്ടങ്ങൾ വെച്ച് വ്യായാമം ചെയ്യുന്നതും ബേബി ഫുഡ് കഴിച്ച് വിശപ്പടക്കുന്നതും സംവിധായകൻ വളരെ ബ്രില്യൻ്റായി കാണിച്ചിട്ടുണ്ട്. അടുത്തത് ചാനിങ് ടേറ്റത്തിൻ്റെ പെർഫോമൻസ് ആണ്. ഒരു കള്ളനാണെങ്കിലും അയാളുടെ ആ ഒരു ഇന്നസെൻസും കരിസ്മയും കാരണം നമ്മൾ അയാളുടെ കൂടെ നിൽക്കും. യഥാർത്ഥ ജീവിതത്തിൽ ജെഫ്രി അനുഭവിച്ച ആ ഒരു ഏകാന്തത അഥവാ ലോൺലിനെസ് സ്ക്രീനിൽ കൊണ്ടുവരാൻ ടേറ്റമിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ കേർസ്റ്റൻ ഡംസ്റ്റും ടേറ്റമും തമ്മിലുള്ള കെമിസ്ട്രി, അതൊരു വെറും പ്രണയത്തിനപ്പുറം രണ്ട് ഒറ്റപ്പെട്ട മനുഷ്യർ തമ്മിലുള്ള കണക്ഷൻ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. ഇനി ചില നെഗറ്റീവ്സ് കൂടിയുണ്ട്. പ്രധാനമായും എനിക്ക് തോന്നിയത് ഇതിൻ്റെ പേസിംഗ് ആണ്. ആദ്യ പകുതിയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറയുന്നുണ്ട്. കഥയുടെ ഒഴുക്കിൽ അവിടെയൊക്കെ ചെറിയൊരു ലാഗ് അനുഭവപ്പെടുന്നു. പിന്നെ ചിലയിടങ്ങളിൽ സ്ക്രിപ്റ്റ് വല്ലാതെ ഡ്രാമയിലേക്ക് വഴുതി വീഴുന്ന പോലെ തോന്നി. ഒരു സർവൈവൽ ത്രില്ലർ പ്രതീക്ഷിച്ചു വരുന്നവർക്ക് നായകന്റെ ഈ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ ബോറടിപ്പിച്ചേക്കാം. അതുപോലെ ലോജിക് നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സ്റ്റോറിൽ ഒരാൾ മാസങ്ങളോളം CCTV ക്യാമറകളെ വെട്ടിച്ച് ആരും അറിയാതെ ജീവിച്ചു എന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്, അത് നടന്ന സംഭവമാണെങ്കിൽ കൂടി. സോ മൊത്തത്തിൽ പറഞ്ഞാൽ റൂഫ്മാൻ ഒരിക്കലും ഒരു ആക്ഷൻ പാക്ഡ് മസാല മൂവിയല്ല, മറിച്ച് ഇതൊരു മനുഷ്യന്റെ അതിജീവനത്തിൻ്റെയും വിചിത്രമായ ജീവിത ശരിവതികളുടെയും കഥയാണ്. നിങ്ങൾ സ്ലോ ബേൺ ഡ്രാമാസ് ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായ കഥകൾ തേടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത്. ഒരു മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയാം. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4 out of 5 ആണ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു റിവ്യൂവുമായി വീണ്ടും കാണാം.